ശ്രീ നുസ്രത് ജഹാൻ, ഇവിടെ 2 മാസം മാത്രം പ്രായമായ കുഞ്ഞാണ് ചേലാകർമ്മത്തിന് വിധേയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഈ കുഞ്ഞ് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാസം തികയാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം കെയർ ചെയ്യും, കുടുംബം കെയർ ചെയ്യും, ആശുപത്രി അധികൃതർ കെയർ ചെയ്യും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തതയുള്ള കാര്യമാണ്. ആ കുഞ്ഞിനെയാണ് ചേലാകർമ്മത്തിന് വിധേയമാക്കി ഇപ്പോൾ മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ചേലാകർമ്മം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇസ്ലാമിന്റെ ഒരു സുന്നത്താണ്. ആക്ച്വലി സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ആരോഗ്യവാനായ ഒരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി വലുതാവുന്നവരെ കാത്തുക്കുന്നവരെ 10 വയസ്സ് വരെ പോയ കഥകളൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊന്നും ആർക്കും തർക്കിക്കാനൊന്നും നമ്മളോട് വരാൻ പറ്റില്ല. അപ്പൊ ആരോഗ്യം ഒരു വലിയ വിഷയമാണ് ഇതിലെ. അപ്പൊ ഇത്രയും പ്രായം തികയാത്ത ഒരു കുട്ടീനെ കൊണ്ടുപോയി ചേലാകർമ്മം ചെയ്യാം, മതഭ്രാന്ത് തന്നെ മാത്രമേ അതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കേസ് എടുക്കാതെ ഇവർക്ക് ഈ ഒരു സംഗതിയിൽ കേസ് എടുക്കാൻ എന്തുകൊണ്ട് വീട്ടിലെ പ്രസവം, ചേലാകർമ്മം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഇതിന് ഇടപെടാത്ത? കാരണം ഇത് ഹ്യൂമൻ റൈറ്റ് ആണ്. ഒരു മനുഷ്യന്റെ അവകാശങ്ങളാ. നമ്മളെ രാജ്യത്ത് ഒരു ഡെഡ് ബോഡിക്ക് പോലും ഒരു അവകാശങ്ങളുള്ള ഡെമോക്രസിയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. മതേതരം സംസാരിച്ച് നടക്കുന്ന കേരളത്തിൽ എന്താണ് മതേതരത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ, ഡെമോക്രസി അനുസരിച്ചുള്ള കാര്യങ്ങൾ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് എതിർക്കുക എന്നുള്ള അവിടുത്തെ ഭരണപക്ഷവും എതിർപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒത്താണ് അതിന് പോണത്. അവിടെ അവർക്ക് ഒരു വ്യത്യാസവും ഇല്ല പാർട്ടിയിൽ. ബിക്കോസ് ഈ മുസ്ലിം സംഘടനകളൊക്കെ വോട്ടാണ് ഇവരെ പ്രശ്നം. 30% മുസ്ലിങ്ങളെ വോട്ട് ഇവർക്ക് കിട്ടണമെങ്കിൽ 2 കൂട്ടരും അതിൽ ഒന്നിച്ചു നിന്ന് സുഖിപ്പിക്കുക എന്നുള്ള മാത്രമാണ്. കാരണം ഈ മതഭ്രാന്തന്മാർ തന്നെയാണല്ലോ ഇപ്പൊ ഈ സംഘടനകൾ എന്ന് പറയണേ. അവര് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവർ പ്രതികരിക്കോ ഈ പണ്ഡിതന്മാര്? ആരെങ്കിലും തലയിലെ തുണി പോയോ, ഏതെങ്കിലും വയസ്സായ ഉമ്മ ടൂറ് പോയോ, ഇതെല്ലാം കാര്യങ്ങളാ നോക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു ദേശീയത പോലും അവർക്ക് പ്രശ്നമില്ല. അപ്പൊ അവരൊന്നാവും. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അതാണ് സുഖിപ്പിക്കാൻ ചേലാകർമ്മം. അത് ഇസ്ലാമില്ല. അപ്പൊ അത് ഇസ്ലാമിനെ വ്രണപ്പെടുത്തിയതുപോലെയാണ് ഈ പണ്ഡിതന്മാരും ഈ പാർട്ടിക്കാരൻ, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് കാണുന്നത്. ഇവിടെ വേണ്ടത് നമുക്ക് മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണനയാണ്. ഹ്യൂമൻ റൈറ്റ്. ഹ്യൂമൻ റൈറ്റിന് ലോക സംഘടനകൾ വരെ മുന്നോട്ട് വരുന്ന കാലഘട്ടമാണെന്ന് ഇവർ മറക്കരുത്. കേരളം ഒരു പ്രത്യേക രാജ്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്, ഒരു രാജ്യത്തിന്റെ ചെറിയൊരു സംസ്ഥാനം മാത്രമാണെന്നുള്ളത് ഈ സംഘടനകൾ മറക്കാണ്ടിരിക്കുക. ഇതുപോലുള്ള സംഗതികൾ ശക്തമായി എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി ശ്രീമതി നുസ്രത് ജഹാൻ പ്രതികരിച്ചതിന്.